ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ രാധേ. അങ്ങനെ സ്കന്ദ ഷഷ്ടി വ്രതമൊക്കെ എല്ലാവരും തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ സ്കന്ദ ഷഷ്ടിയുടെ വ്രതത്തിന് 2-ാം ദിവസമാണ് ഇന്ന്. സ്കന്ദന്റെ ഒരു കഥ പറയണത് ദേവസേനയെയും വള്ളിയെയും വിവാഹം കഴിച്ച ആ ഒരു പൂർവ്വജന്മ കഥ പറയാം. അതിനു മുൻപേ ഒരു ശ്ലോകം ചൊല്ലാം. ജ്ഞാനപ്പഴത്തെ പിഴിന്ത് രസമദ്രിനോടു താനുണ്യവും കൊടുത്ത നീ പ്രപഞ്ച ജ്ഞാന പഴത്തെ പിഴിന്ത് താൻ രസമദ്രിനോട് താനുണ്യവും കൊടുത്ത ജ്ഞാനപ്പഴത്തെ പിഴിന്ത് താൻ രസമദ്രിനോട്. ഇത് ജ്ഞാനപ്പഴം, അതായത് മുരുകനും ഗണപതിയും തമ്മിൽ ഉള്ള ആ ഒരു വഴക്ക് നടക്കുന്ന സമയത്ത് ജ്ഞാനപ്പഴത്തിൻ്റെ വഴക്കാണല്ലോ. അങ്ങനെ ഉണ്ടായ അതിലുള്ള ഒരു പാട്ടാണ്. അത് സുന്ദരമോളം നമ്മളൊന്ന് പാടുന്നുണ്ട്. പക്ഷെ ഞാനൊന്ന് പാടിയതൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഹരേ കൃഷ്ണ. ഇനി ഞാൻ കഥ പറയാം. അതായത് വിഷ്ണു ഭഗവാന്റെ ആനന്ദ കണ്ണിൽ നിന്നാണ് അമൃതവല്ലിയും സുന്ദരവല്ലിയും 2 സുന്ദരിമാര് ജനിച്ചത്. അപ്പം അവർ സുന്ദരിമാരായിരുന്നു. അങ്ങനെ ഇവർ വലുതാവുമ്പോഴത്തേക്ക് ഇവർക്ക് മുരുകദേവനെ കുമാരനെ ഭർത്താവായിട്ട് കിട്ടണം. അങ്ങനെ ഇവരെന്ത് ചെയ്തും തപസ് ചെയ്ത് കഠിനമായ ഉറക്കവും ഊണും ഭക്ഷണവും ഒക്കെ എല്ലാം ഉപേക്ഷിച്ച് കഠിനമായ തപസ് ചെയ്യുകയാണ്. ഇവർ തിരഞ്ഞെടുത്ത് ശരവണ പൊയ്കയാണ്. കാരണം ശരവണനാണല്ലോ. അപ്പം ആ ശരവണ പൊയ്കയിൽ പോയി എന്നും കുളിച്ചിട്ട് ഇവിടെ പോയിരുന്ന് തപസ് ചെയ്യും. അങ്ങനെ തപസ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം കുമാരൻ പ്രത്യക്ഷപ്പെടും. ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കുമാരിമാരല്ലേ നിങ്ങളിങ്ങനെ തപസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കും. അപ്പം കുമാരിമാർ പറയും, ഞങ്ങൾക്ക് മുരുകനെ ഭർത്താവായിട്ട് കിട്ടണം, അതിനു വേണ്ടിയാണ് ഞങ്ങൾ തപസ് ചെയ്യുക. പക്ഷേ മുരുകനെ അറിയാം, കാരണം അത് ഇവരുടെ അടുത്തുനിന്ന് കേൾക്കാൻ വേണ്ടിയാണ് മുരുകൻ അത് ചോദിച്ചത്. അവൻ പറയും, നിങ്ങൾ തപസ് ചെയ്യാൻ പാടില്ല. പക്ഷെ എനിക്ക് ശൂരപത്മനെ വധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളെ വിവാഹം കഴിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു നിബന്ധന വയ്ക്കാം. ഒരാൾ ദേവലോകവും ഒരാൾ ഭൂലോകവും, അതായത് 2 പേരും, ഒരാൾ ദേവേന്ദ്രൻ്റെ മകളായിട്ടും ഒരാൾ ശിവമുനിയുടെ മകളായിട്ടും ജീവിക്കണം. അതിനുശേഷം മാത്രമേ നിങ്ങളെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവർ 2 വഴിക്കും അങ്ങനെ ഭഗവാൻ അങ്ങ് പ്രത്യക്ഷമാകുന്നു. അങ്ങനെ ഇവർ വീണ്ടും തപസ് 2 സ്ഥലത്തോട്ട് പോകുന്നു. അങ്ങനെ അമൃതവല്ലി നടന്ന് മഹാമയൂരി പർവ്വതത്തിൻ്റെ അടുത്തെത്തും. മഹാമയൂരി പർവ്വതത്തിൻ്റെ അടുത്ത് അവിടെ അസുരന്മാരെ പേടിച്ച് ദേവേന്ദ്രൻ താമസിക്കുകയാണ്. അങ്ങനെ അപ്പോഴത്തേക്ക് സുന്ദരവല്ലി വേറൊരു, അതായത് തൊണ്ടമാൻ സ്ഥലത്തോട്ട് പോവുകയും അവിടെ വള്ളി മലയുടെ മുകളിൽ പോയി സുന്ദരവല്ലി തപസ് ചെയ്യും. അങ്ങനെ അമൃതവല്ലി അവരിന് തപസ് ചെയ്യുമ്പോഴത്തേക്ക് ദേവേന്ദ്രൻ കണ്ട് സുന്ദരിയായ ഒരു ബാലിക. അങ്ങനെ ദേവേന്ദ്രൻ ചെന്ന് ഈ ബാലികേനെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. തൻ്റെ ഐരാവതം കൊണ്ടുവന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത് മനോധി നഗരത്തിലോട്ടാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. കാരണം അവിടെ ദേവലോകം നഷ്ടപ്പെട്ടല്ലോ. അങ്ങനെ അവിടെ കൊണ്ടുപോവുകയും അവർക്ക് ദേവസേന, കാരണം ദേവന് കിട്ടിയതുകൊണ്ട് ദേവസേന എന്ന് പേര് നൽകുകയും ചെയ്യുന്നു അമൃതവല്ലിക്ക്. അങ്ങനെ സുന്ദരവല്ലി തൊണ്ടമാൻ സ്ഥലത്ത് പോയി അവിടെ വള്ളിയുടെ മുകളിൽ പോയി തപസ് ചെയ്യുകയും ശിവമുനി എന്ന വേടൻ കാണുകയും ശിവമുനി കൂട്ടിക്കൊണ്ടു പോവുകയും വള്ളി എന്ന പേര് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ വള്ളിയുടെ മുകളിൽ, ആ മലയുടെ മുകളിൽ ഇരുന്നല്ലേ തപസ്, അങ്ങനെ വള്ളി എന്ന പേര് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ 2 പേരും ദേവേന്ദ്രന്റെ മകളായിട്ട് ദേവയാനിയും ദേവസേനയും വള്ളിയും വലുതാവുകയാണ്. അങ്ങനെ ശൂരപത്മനെയൊക്കെ വധിച്ചതിന് ശേഷം ദേവേന്ദ്രന്മാർക്കെല്ലാം അവരുടെ ഇരിപ്പിടങ്ങൾ തിരിച്ചു കിട്ടി. അങ്ങനെ അവർക്ക് സന്തോഷമായി. അങ്ങനെ ദേവസേനാധിപതിയായിട്ട് മുരുകനെ അഭിഷേകം ചെയ്യുകയും ദേവേന്ദ്രൻ തൻ്റെ മകളായ ദേവസേനയെ മുരുകന് സ്കന്ദന് വിവാഹം കഴിച്ചു കൊടുക്കുകയും പിന്നെ അങ്ങനെ ഈ വള്ളി മലകളിൽ പോകുന്ന സമയത്ത് വള്ളിയെ കാണുകയും സുന്ദരവല്ലി എന്ന വള്ളിയെ കാണുകയും ശിവമുനിയോട് അഭ്യർത്ഥിക്കുകയും അങ്ങനെ ശിവമുനി തൻ്റെ മകളായ വള്ളിയെ സ്കന്ദന് വിവാഹം കഴിച്ചു കൊടുക്കുക. അങ്ങനെയാണ് നമ്മളുടെ വേലായുധ സ്വാമിക്ക് ദേവസേനയും വള്ളിയും എന്ന 2 പത്നിമാർ. അങ്ങനെ അവരുടെ പൂർവ്വജന്മ കഥയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ തെറ്റുകളുടെ ക്ഷമിക്കുക. എൻ്റെ കൃഷ്ണതീർത്ഥം ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ.